മലയാള സിനിമാ പ്രേമികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ലാലേട്ടൻ നായകനായിട്ട് എത്തുന്ന എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ. ലൂസിഫർ എന്ന് പറയുന്ന സിനിമയുടെ രണ്ടാം ഭാഗമായതുകൊണ്ടും അവൻ പൃഥ്വിരാജ് ഈ സിനിമ ഡയറക്ട് ചെയ്തതുകൊണ്ടും മലയാളികളുടെ സ്വന്തം ലാലേട്ടൻ തന്നെ നായകനായിട്ട് എത്തുന്നതുകൊണ്ടും അങ്ങനെ വലിയ പ്രതീക്ഷ പ്രേക്ഷകർ കാത്തിരിക്കുന്ന എമ്പുരാന്റെ ആദ്യ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ഈ ഒരു അപ്ഡേറ്റ് ആണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പൃഥ്വിരാജ് എന്ന സംവിധായകന്റെയും മോഹൻലാൽ എന്ന നടന്റെയും മറ്റൊരു മികച്ച പ്രകടനം സിനിമയെ കാണാനാകുന്ന പ്രതീക്ഷയിലാണ് ആരാധകര്. ക്യാരക്ടർ റിവീലിംഗിലൂടെ ആ പ്രതീക്ഷയ്ക്ക് ആക്കം കൂട്ടിയിട്ടുണ്ടായിരുന്നു. ചിത്രത്തിൽ ആദ്യ ഭാഗത്തെ പ്രധാന കഥാപാത്രത്തെത്തിയ ആളായിരുന്നു സായികുമാർ. മഹേഷ് വർമ്മ എന്ന കഥാപാത്രത്തിലായിരുന്നു സായികുമാർ എത്തിയിട്ടുണ്ടത്. എമ്പുരാൻ എത്താൻ കുറച്ച് നാളുകൾ ബാക്കി നിൽക്കെ ഇപ്പോൾ ആ സിനിമയെക്കുറിച്ച് സായികുമാർ പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത്. ലൂസിഫറിൽ നിന്നും ഏറെ വ്യത്യസ്തമായ പടമാണ് എമ്പുരാൻ എന്നും ഹോളിവുഡ് ബോളിവുഡ് താരങ്ങൾ അസാമാന്യ പ്രകടനം ചിത്രത്തിൽ കാഴ്ചവെച്ചിട്ടുണ്ടെന്നും ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറോടാണ് അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ടായത്. ലൂസിഫർ എന്ന് പറയുന്ന സിനിമ ജനം ഏറ്റെടുത്തത് എങ്ങനെയാണെന്ന് എല്ലാവരും കണ്ടതാണ്. ഞാൻ 3-4 പ്രാവശ്യം ആ സിനിമ കണ്ടിട്ടുണ്ട്. ലൂസിഫറിൽ നിന്നും വളരെയേറെ വ്യത്യസ്തമായിട്ടുള്ള പടമാണ് എമ്പുരാൻ. സിനിമയെക്കുറിച്ച് വിശദമായി പറയണമെങ്കിൽ ചിത്രത്തേക്കാൾ കൂടുതൽ സമയം വേണം. അത്രയും തിക്കായിട്ടുള്ള ഒരു മൊമെന്റ്സ് ആണ്, പവർഫുള്ളായിട്ടുള്ള സിനിമയാണിത്. കാണാനുള്ള ആകാംക്ഷ എനിക്കുമുണ്ട് എന്നാണ് സായികുമാർ പറഞ്ഞിട്ടുള്ളത്. കേരളത്തിൽ നടക്കുന്ന ഒരു വിങ്ങിനകത്ത് നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇതിനെ കണക്ട് ചെയ്തിട്ട് എവിടെയൊക്കെ പോകാമോ എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ളൊരു നീണ്ട നിര തന്നെ ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾക്ക് ഒരിക്കലും മലയാളത്തിൽ കാണുമെന്ന് പ്രതീക്ഷിക്കാത്ത ഹോളിവുഡ് ബോളിവുഡ് താരങ്ങൾ വരെ അസാമാന്യമായ പ്രകടനങ്ങൾ ചിത്രത്തിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. അതൊരു 1.5 പടമായിരിക്കും മക്കൾ. അണിയറക്കാർക്കല്ല ഒരു ഭാഗ്യമാണ്. ഇത്രയും വലിയൊരു സിനിമയുടെ ഭാഗമാവുക എന്ന് തന്നെ വലിയ കാര്യമാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട പടം തന്നെയാണ് എമ്പുരാൻ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്തൊക്കെയാണ് സായികുമാറിന്റെ വാക്കുകൾ നിമിഷ നേരം കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ലാലേട്ടൻ ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് മാർച്ച് 27-നാണ് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ലോകവ്യാപകമായിട്ട് തിയേറ്ററോട്ടെത്താൻ പോകുന്നത്. കാത്തിരിക്കുകയാണ് സിനിമാ പ്രേമികളും ലാലേട്ടൻ ആരാധകരും. മാർച്ച് 27-ന് നിങ്ങൾ ആരൊക്കെയാണ് എമ്പുരാൻ എന്ന് പറയുന്ന ലാലേട്ടൻ സിനിമ തിയേറ്ററിനായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പോകുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.